നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 2 ചെറുമാര്യം പോത്ത് സ്വാമിക്ക് ഏർവാഹനമാകുന്നു എന്ന ഭാഗത്തിൻ്റെ തുടർച്ച 20-ാം ദിനത്തിൽ കേൾക്കുക. പാതാളദേശത്തെ സഹസ്രവീരൻ എന്ന രാക്ഷസ രാജാവിന് ദേവകുലത്തിൽ പിറന്ന തൻ്റെ പത്നിയായ യതീദേവിയോട് അളവറ്റ ആദരവും ഭക്തിയും സ്നേഹവുമായിരുന്നു. കാരണം ദേവകുലം പോലും ഉപേക്ഷിച്ച് സഹസ്രവീരനോടുള്ള പ്രണയ തീവ്രതയിൽ കുലധർമ്മങ്ങളെക്കുറിച്ച് യതീദേവി മറന്നുപോയി. സഹസ്രവീരനെ വരിച്ച യതീദേവി തൻ്റെ മാതാപിതാക്കളായ ദശഹസ്തനും പ്രണാളിനി ദേവിയും ഉഗ്രശാപത്തിനിരയാക്കി. നിങ്ങൾക്ക് പിറക്കുന്ന മകൾക്ക് മഹർഷിയുടെ ശിരസ്സും ദേവതയുടെ ഉടലും കാമേച്ഛ ശമിക്കാത്ത ജീവാത്മാവും കൈവരിക്കട്ടെ. ഇങ്ങനെയുള്ള ശാപവാക്കുകൾ കേട്ട സഹസ്രവീരനും യതീദേവിയും മാതാപിതാക്കളുടെ കാൽക്കൽ വീണപേക്ഷിച്ചു. അവിടുത്തെ മകൾക്ക് ഇത്രയും കഠിനമായ ശാപം കൊടുക്കരുത്. സഹസ്രവീരന്റെ ഭവ്യമായ പെരുമാറ്റത്താൽ യതീദേവിയുടെ മാതാപിതാക്കളുടെ മനസ്സ് ശാന്തമായി. അവർ സഹസ്രവീരനും യതീദേവിക്കും ശാപമോക്ഷം കൊടുത്തു. നീ ഉടൻ തന്നെ പാതാളദേശത്തെ രാജാവായി അവരോഹണം ചെയ്യപ്പെടും. നിങ്ങൾക്ക് പിറക്കുന്ന മകൾ ലോകങ്ങളെ കീഴടക്കുകയും ഇന്ദ്രപദവിയിൽ എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ സഹസ്രവീരൻ പാതാളദേശത്തെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അവർക്ക് പിറന്ന മകൾ മഹിഷിമുഖി ആണെങ്കിലും അതൊരു വരമായി അവർ കരുതി. ബാല്യത്തിൽ തന്നെ മഹർഷിയുടെ പൂർവജന്മമായ ലീല സർവവിദ്യകളും നിഷ്പ്രയാസം സ്വായത്തമാക്കുകയും പ്രായോഗിക തലത്തിൽ സൂക്ഷ്മമായി ഉപയോഗിക്കുകയും അത് തൻ്റെ പിതാവിൻ്റെ യശസ്സിനെ ഗണ്യമായി ഉയർത്തുകയും ചെയ്തു. ഇതുകൊണ്ടൊന്നും തൃപ്തി വരാത്ത മഹർഷി തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമൊന്നും വരാതിരിക്കുന്നതിനായി ഗുരു ശുക്രാചാര്യൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. മാതാപിതാക്കളിൽ നിന്നും അനുവാദം വാങ്ങി തപസ്സിനായി പുറപ്പെട്ടു. അതികഠിനവും ഉഗ്ര തേജസ്സുതുകുന്നതുമായ ആ തപസ്സിനാൽ മഹർഷിക്ക് മുമ്പിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടേണ്ടതായി വന്നു. കണ്ണു തുറക്കൂ മകളെ, നിന്റെ ഉഗ്ര തപസ്സിനാൽ നാം പരിപൂർണ തൃപ്തനായി. വരം സ്വീകരിച്ചുകൊള്ളൂ. നിന്റെ ആവശ്യം എന്തായാലും പറഞ്ഞുകൊള്ളൂ. ഞാൻ ചോദിക്കാതെ തന്നെ അവിടുന്ന് നൽകുന്ന ഏതൊരു വരവും സ്വീകരിച്ചു കൊള്ളാം. ഭഗവാനെ, എന്നാൽ എൻ്റെ മരണത്തിന് ഹേതുവാകുന്ന ശക്തി ത്രിഗുണാത്മക ദേവചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു ബാലനു മാത്രമേ സാധിക്കാവൂ എന്നുള്ള മോഹം എനിക്കുണ്ട്. നിന്റെ മുത്തച്ഛനാൽ ലഭിച്ച വാക്കുകൾ നിനക്ക് വരമാകട്ടെ. ലീലയുടെ പുനർജന്മമായ നിനക്ക് അഹങ്കാരം മൂർച്ഛിക്കുമ്പോൾ നിന്റെ വിനാശത്തിനായി നീ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള ത്രിഗുണാത്മക ശക്തി ഉദയം കൊള്ളുന്നതായിരിക്കും. അങ്ങനെ മഹർഷിയായി ജനിച്ച് സ്വർഗത്തെയും ഭൂമിയെയും പാതാളത്തെയും കീഴടക്കി കൂടാതെ ദേവലോകത്തെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് സ്വയം ഇന്ദ്രസമാനായി വാഴുകയാണ്. അതിനാൽ നീ ഉടൻ തന്നെ ഇന്ദ്രലോകത്തേക്ക് ചെല്ലുക. കാമാസ്ത്രങ്ങളാകുന്ന നിന്റെ കണ്ണുകൾ കൊണ്ട് അവളെ നോക്കുക. അതിലവൾ നിന്നോട് അനുരക്തയാകുകയും ചെയ്യും. അപ്പോൾ അവളെ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അവൾക്ക് വേണ്ട കർമ്മഫലം ഞാൻ തന്നെ കൊടുത്തുകൊള്ളാം. സ്വാമിയുടെ വാക്കുകൾ കേട്ട ചെറുമാര്യൻ ഉടൻ തന്നെ സ്വാമിയെ വണങ്ങി കൊണ്ട് ദേവലോകത്തേക്ക് പുറപ്പെട്ടു. അതിനു മുകളിൽ ഭഗവാൻ വിഷ്ണുമായയുടെ അദൃശ്യമായ വശ്യച്ചാത്തൻ കയറിയിരുന്നു. ആ ശക്തിയെയും വഹിച്ചു ചെറുമാര്യൻ. നന്ദി, നമസ്കാരം. തുടർന്ന് നാളെ കേൾക്കുക.